ഹായ് ആൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോബ് അപ്ഡേറ്റുമായിട്ടാണ്. മറ്റൊന്നുമല്ല, രാജ്യത്തെ അഭിമാനകരമായ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡിന്റെ കീഴിൽ കൈഗ പ്ലാന്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. വിവിധ തസ്തികകളിലേക്കാണ് നിയമനം വിളിച്ചിരിക്കുന്നത്. വ്യത്യസ്ത യോഗ്യതയുള്ള ബിടെക് ബിരുദധാരികൾക്കും ഒപ്പം തന്നെ 3 വർഷ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കും ഒപ്പം തന്നെ ബിരുദമുള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന വ്യത്യസ്തങ്ങളായുള്ള പോസ്റ്റുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒപ്പം തന്നെ +2 യോഗ്യതയുള്ളവർക്കും ഇതിൽ അപേക്ഷിക്കാൻ പറ്റുന്ന 1-2 പോസ്റ്റുകളുണ്ട്. അവ കൂടി നമ്മൾ ഇതിന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തസ്തികകളുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഇതിന്റെ അപേക്ഷാ വിൻഡോ ഓപ്പൺ ആവുന്നു ക്ലോസ് ആവുന്ന ഡേറ്റുകൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ആദ്യമായിട്ട് ഈ വിൻഡോ അപേക്ഷിക്കുവാനുള്ള വിൻഡോ ഓപ്പൺ ആകുന്നത് 12/3/2025 രാവിലെ 10 മണിക്ക് തുടങ്ങി 1/4/2025 4 മണി വരെയാണ് നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കുവാനുള്ള സമയമായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും, നിർദ്ദിഷ്ട യോഗ്യതയുള്ള എല്ലാവരും ഈ ഒരു പോസ്റ്റുകളിൽ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് പോസ്റ്റിന്റെ പേര് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് അസിസ്റ്റന്റ് എന്ന പോസ്റ്റാണ്. ബി കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോസ്റ്റാണുള്ളത്. സിവിലുമായിട്ട് ബന്ധപ്പെട്ട് 19 പോസ്റ്റ്, ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് 2 പോസ്റ്റ്, ഇൻസ്ട്രുമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് 1 പോസ്റ്റ്, ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട് 1 പോസ്റ്റ്, മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ട് 15 പോസ്റ്റ്. അങ്ങനെ ഈ ഒരു സയന്റിഫിക് അസിസ്റ്റന്റ് ബി എന്ന തസ്തികയിൽ 45 പോസ്റ്റുകളാണ് മൊത്തത്തിൽ വിളിച്ചിരിക്കുന്നത്. അടുത്തത് കാറ്റഗറി നമ്പർ 1 വരുന്ന സ്റ്റൈപ്പൻഡറി ട്രെയിനി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ സയന്റിഫിക് അസിസ്റ്റന്റ് എന്നതാണ് ഈ ഒരു തസ്തികയുടെ പേര്. ഇതിൽ പ്രധാനമായിട്ടും ഹെൽത്ത് ഫിസിക്സ്, ഇതിൽ BSc കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഹെൽത്ത് ഫിസിക്സ്, BSc ഫിസിക്സ് യോഗ്യതയുള്ളത്, പിന്നെ ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, ഇത്രയും കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ BSc കെമിസ്ട്രി കാറ്റഗറിയിൽ 4, BSc ഫിസിക്സിൽ 2, ഇലക്ട്രോണിക്സിൽ 13, ഇൻസ്ട്രുമെന്റേഷനിൽ 6, ഇലക്ട്രിക്കൽ 24, മെക്കാനിക്കൽ 33, അങ്ങനെ മൊത്തം 82 പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്ന തസ്തികകളുടെ എണ്ണം. ഇനി കാറ്റഗറി 2 എന്ന പേരിൽ സ്റ്റൈഫൻഡറി ട്രെയിനി അല്ലെങ്കിൽ ടെക്നീഷ്യൻ എന്ന കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് ഓപ്പറേറ്റർ ആണ്, അത് 88 പോസ്റ്റ് ഉണ്ട്. അടുത്തത് ഇലക്ട്രീഷ്യൻ ആണ്, 31 പോസ്റ്റ് ഉണ്ട്. ഫിറ്റർ 55 എണ്ണം ഉണ്ട്. ഇലക്ട്രോണിക്സ് മെക്കാനിക്സ് 17 എണ്ണം ഉണ്ട്. ഇൻസ്ട്രുമെന്റ് മെക്കാനിക്സ് 24 എണ്ണം ഉണ്ട്. ഇനി മെഷീനിസ്റ്റ് 3 എണ്ണമുണ്ട്. 6 എണ്ണമുണ്ട്. ഡ്രാഫ്റ്റ്മാൻ സിവിൽ 1 എണ്ണമുണ്ട്. ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ 1 എണ്ണമുണ്ട്. അങ്ങനെ മൊത്തം 226 തസ്തികകളാണ് ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് വിളിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് അസിസ്റ്റന്റ് ഗ്രേഡ് 1 HR ആണ്, അത് 22 പോസ്റ്റിലേക്കുണ്ട്. അസിസ്റ്റന്റ് ഗ്രേഡ് 1 F&A അതിലേക്ക് 4 വേക്കൻസി ആണുള്ളത്. ഇനി അസിസ്റ്റന്റ് ഗ്രേഡ് C&MM 10 വേക്കൻസി ആണുള്ളത്. നേഴ്സ് ഈ ഒരു കാറ്റഗറിയിലേക്ക് 1 വേക്കൻസി ആണുള്ളത്. ഇനി ടെക്നീഷ്യൻ പോരാതെ അത് എക്സ്റേ ടെക്നീഷ്യൻ തന്നെയാണ്, അതിനും 1 വേക്കൻസി. ഇത്രയും വേക്കൻസികളാണ് വ്യത്യസ്തങ്ങളുള്ള പോസ്റ്റിൽ വിളിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കുക. നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഈ പോസ്റ്റുകളുടെയൊക്കെ വിശദ വിവരങ്ങളിലേക്കും ഓരോ തസ്തികൾക്കും വേണ്ട വിശദമായ വിദ്യാഭ്യാസ യോഗ്യതകളിലേക്കും കടക്കാം. ആദ്യമായിട്ട് സയന്റിഫിക് അസിസ്റ്റന്റ് ബി എന്ന കാറ്റഗറിയിലാണ് വിളിക്കുന്നത്. ഇതിലേക്ക് വിളിക്കുമ്പോൾ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് 3 ഇയർ ഡ്യൂറേഷൻ, ഒപ്പം തന്നെ ആഫ്റ്റർ SSC ഓർ HSC ഹയർ സെക്കൻഡറിക്ക് ശേഷമുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഓർ +2 കഴിഞ്ഞ് ഡിപ്ലോമ നേടിയവരായിരിക്കണം. ഒപ്പം തന്നെ ഇത് AICTE അപ്രൂവലും കിട്ടിയിരിക്കണം. മാത്രവുമല്ല ഇനി പറയുന്ന ഡിസിപ്ലിനിൽ കൃത്യമായിട്ട് 60% മാർക്കിൽ കൂടുതൽ നിങ്ങൾ നേടിയിരിക്കുകയും വേണം. സിവിലില് ഡിപ്ലോമ ഇൻ സിവിൽ വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്ക്, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ വിത്ത് നോട്ട് ലെസ് ദാൻ 16% മാർക്ക്, ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ വിത്ത് നോട്ട് ലെസ് ദാൻ 60% ഓഫ് മാർക്ക്, ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്ക്, ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ വിത്ത് നോട്ട് ലെസ് ദാൻ 60% ഓഫ് മാർക്ക്. ഇനി കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ അല്ല ഇവിടെ യോഗ്യതയായിട്ട് പറയുന്നത്. ഇവിടെ BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്ക് എന്നത് അടിസ്ഥാനപരമായിട്ട് പറയുന്നു. ഇനിയും ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. BSc വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്ക് പ്ലസ് 1 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്ക് ഉള്ളവർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. ഇനി BSc ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ ശേഷം അതിനുശേഷവും 60% മാർക്കും 1 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതായത് BScക്ക് ശേഷം അല്ലെങ്കിൽ സെലക്ടഡ് സബ്ജക്റ്റുകളിൽ BSc ഡിഗ്രി നേടിയ ശേഷം 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് കമ്പ്യൂട്ടറിൽ നേടിയവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നുള്ളത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ്. അതായത്
ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് എന്ന മേഖലയിലേക്കുള്ള പോസ്റ്റിൽ മാത്രമേ ഈ ഒരു നിബന്ധന ബാധകമായിട്ടുള്ളൂ. ബാക്കി എല്ലാ പോസ്റ്റിലേക്കും നമ്മൾ വരുന്നത് ഡിപ്ലോമയാണ്. ഇനിയും അടുത്തത് കാറ്റഗറി നമ്പറിൽ വരുന്ന സ്റ്റൈഫൻ ട്രെയിനി അല്ലെങ്കിൽ സയന്റിഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ്. ഇവിടെ ഡിപ്ലോമ ഹോൾഡേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് ആണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ തന്നെ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്ക് എന്ന് പറയുന്നത് ഇവിടെയും ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുണ്ട്. ഇനിയും അതുപോലെ തന്നെ ഹെൽത്ത് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ അവിടെ പറയുന്നത് BSc ഡിഗ്രിയാണ് വിത്ത് 60% ഓഫ് മാർക്ക്. BSc വിത്ത് ഫിസിക്സ് ആസ് എ പ്രിൻസിപ്പൽ ആൻഡ് കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സബ്സിഡറി ആയിട്ട് BSc വിത്ത് കെമിസ്ട്രി ആസ് എ പ്രിൻസിപ്പൽ, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സബ്സിഡറി ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്ട് ഇവയിൽ ഏതെങ്കിലും സബ്സിഡറി ആയിട്ട് പഠിച്ചിരിക്കുന്ന ഈ ഒരു BSc ഫിസിക്സ് ഹോൾഡേഴ്സിന് 60% മാർക്കോട് കൂടി ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും അടുത്തത് മൂന്നാമത്തെ കാറ്റഗറിയാണ് സ്റ്റൈഫൻഡറി ട്രെയിനി ഓർ ടെക്നീഷ്യൻ, ST ടെക്നീഷ്യൻ എന്നീ കാറ്റഗറിയിലേക്കാണ്. ഇതില് ഇൻസ്ട്രുമെന്റേഷൻ മെക്കാനിക്കൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ്, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, ഡ്രാഫ്റ്റ്മാൻ, മെക്കാനിക്കൽ മുതലായവയ്ക്ക് SSC അതായത് 10ാം ക്ലാസ്സിന് സമാനമായിട്ടുള്ള മിനിമം 50% കൂടുതൽ മാർക്കോട് കൂടി സയൻസ് വിഷയം പാസ്സായിരിക്കണം. മാത്തമാറ്റിക്സ് ഇൻഡിവിജ്വലി പഠിച്ചിരിക്കണം. +2 ശേഷം ITA സർട്ടിഫിക്കറ്റ് റെലവന്റ് ട്രേഡിൽ ഉണ്ടായിരിക്കണം. ഇവയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യതയായിട്ട് പറയുന്നു. ഈ ക്രൈറ്റീരിയ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി കാറ്റഗറി 2 സ്റ്റൈഫൻഡറി ട്രെയിനിയിലേക്ക് എത്തുമ്പോൾ ഇവിടെയും ഇതേ യോഗ്യത തന്നെയാണ്. +2 സയൻസ്, ഫിസിക്സ് ഉണ്ടായിരിക്കണം, കെമിസ്ട്രി ഉണ്ടായിരിക്കണം, മാത്തമാറ്റിക്സ് സബ്ജക്ട് പഠിച്ചിരിക്കണം വിത്ത് മിനിമം 50% ഓഫ് മാർക്ക് ഈ വിഷയങ്ങളിൽ നിന്നും നേടിയിരിക്കുകയും വേണം. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിച്ച് ഇംഗ്ലീഷിൽ നിന്ന് തന്നെ ബിരുദം നേടിയവർക്ക് ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. പ്രാദേശിക ഭാഷയിലാണ് +2 നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പ്രത്യേകമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അടുത്തതായിട്ട് അസിസ്റ്റന്റ് ഗ്രേഡ് 1 ആണ്. HR, F&A ആൻഡ് CMM പോസ്റ്റിലേക്കാണ്. ഇതിൽ എനി ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് മിനിമം 50% ഓഫ് മാർക്ക് ഇൻ അഗ്രിഗേറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇതിന്റെ യോഗ്യത. ഇനി അടുത്തത് നേഴ്സ് ആണ്. നേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എത്തുമ്പോൾ ഇവിടെ +2 ശേഷം ഡിപ്ലോമ ഇൻ നേഴ്സ്, മിഡ് വൈഫ് അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും കോഴ്സ് 3 വർഷ കോഴ്സായിട്ട് ചെയ്തവരായിരിക്കണം. അല്ലെങ്കിൽ വാലിഡ് രജിസ്ട്രേഷൻ ഇൻ നേഴ്സ് ഫ്രം സെൻട്രൽ ഓർ സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ ഉണ്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ 3 വർഷ BSc നേഴ്സിംഗ് ഡിഗ്രി ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് 7ാമത്തെ കാറ്റഗറി വരുന്ന ടെക്നീഷ്യൻ അല്ലെങ്കിൽ എക്സ്റേ ടെക്നീഷ്യൻ ആണ്. ഇതിൽ HSC ഇൻ സെക്കൻഡ് സ്ട്രീമിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഒപ്പം 1 വർഷത്തിൽ കുറയാത്ത മെഡിക്കൽ റേഡിയോഗ്രാഫി എക്സ്റേ ടെക്നിക് ട്രേഡ് സർട്ടിഫിക്കറ്റും +2 വർഷത്തെ റെലവന്റ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ഫുൾ ടൈം എക്സ്പീരിയൻസും ഇതിന് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യതയായിട്ട് പരിഗണിക്കുന്നതാണ്. ഇനിയും ഓരോ തസ്തികയ്ക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറിയാണ്. ഇതിൽ ആദ്യമായിട്ട് നേഴ്സ് എന്ന പോസ്റ്റിലേക്ക് വിളിക്കുമ്പോൾ പേ ലെവൽ മെട്രിക്സ് 7 ആണ് വരുന്നത്. ഇതിന് അപ്രോക്സിമേറ്റ് മന്ത്ലി സാലറി എന്ന് പറഞ്ഞാൽ 68,697 രൂപ ലഭിക്കും. സയന്റിഫിക് അസിസ്റ്റന്റ് B എന്ന തസ്തികയിലേക്ക് എത്തുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 54,162 രൂപ സാലറി ആയിട്ട് ലഭിക്കും. ഇനി അസിസ്റ്റന്റ് ഗ്രേഡ് F&A, അസിസ്റ്റന്റ് ഗ്രേഡ് C&MM, ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നീഷ്യൻ മുതലായ തസ്തികകൾക്ക് 39,015 രൂപയും ഈ ഒരു തസ്തികയ്ക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നതാണ്. ഇനിയും അടുത്തതായിട്ട് കാറ്റഗറി നമ്പർ 1 സ്റ്റൈഫൻഡറി ട്രെയിനി സയന്റിഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വരുമ്പോൾ വ്യത്യസ്ത വർഷങ്ങളിൽ വ്യത്യസ്ത സാലറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ഇയറിൽ 24,000 രൂപയും ഇനിയും കാറ്റഗറി 2ലേക്ക് എത്തുമ്പോൾ 20,000 രൂപയുമാണ് സാലറി. ഇനിയും രണ്ടാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോൾ 26,000 രൂപയും 22,000 രൂപയായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ വർക്കിന്റെ എക്സ്പീരിയൻസും പ്രോബബിലിറ്റി അനുസരിച്ച് ഏതാണ്ട് 54,000 രൂപയ്ക്ക് അടുത്ത് സാലറി ലഭിക്കുന്നതായിട്ടും കാറ്റഗറി നമ്പർ 2ൽ 33,201 രൂപയ്ക്ക് അടുത്ത് സാലറി ലഭിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. ഇനി നമുക്ക് ഏത് രീതിയിലാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ രീതി എന്നും നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏജ് ലിമിറ്റ് ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധിയാണ് പറയുന്നത്. സയന്റിഫിക് അസിസ്റ്റന്റ് B എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് കഴിയുക. SC ST OBC വിഭാഗങ്ങൾക്ക് 5-3 വർഷം വീതമുള്ള ഇളവുകൾ ലഭിക്കുന്നതാണ്. ഇനി കാറ്റഗറി നമ്പർ 1 സ്റ്റൈഫൻഡറി ട്രെയിനി എന്ന പോസ്റ്റിലേക്ക് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇവിടെയും മേലിൽ സൂചിപ്പിച്ച പ്രായ പരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ്. ഇനി കാറ്റഗറി നമ്പർ 2ൽ സ്റ്റൈഫൻഡറി ട്രെയിനി
കാറ്റഗറി 2ലേക്ക് എത്തുമ്പോൾ അവിടെ പ്രായപരിധി 18-24 മാറുന്നു. ഇനി അസിസ്റ്റന്റ് ഗ്രേഡ് HR F1A CMMAയിലേക്ക് എത്തുമ്പോൾ 21 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായം. നേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ഇവിടുത്തെ പ്രായപരിധി. ടെക്നീഷ്യൻ എക്സ്റേ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് 18-25 ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി നമുക്ക് അപേക്ഷിക്കുന്ന രീതിയാണ് നോക്കുന്നത്. പ്രധാനമായിട്ടും ഓൺലൈൻ എക്സാമിനേഷൻ വഴിയാണ് നിങ്ങൾക്ക് ഇതിന് നിയമനം ലഭിക്കുന്നത്. അതിൽ തന്നെ ആദ്യത്തെ പോസ്റ്റ് ആയിട്ടുള്ള സയന്റിഫിക് അസിസ്റ്റന്റ് B പോസ്റ്റിലേക്കാണ്. ഇവിടെ പ്രധാനമായിട്ടും സ്റ്റേജ് 1-ൽ ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. 50 ചോദ്യങ്ങളാണ് അതിലുണ്ടാവുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഡ്യൂറേഷൻ 1.5 മണിക്കൂർ ആയിരിക്കും. 90 മിനിറ്റ് ആണ് പ്രധാനമായിട്ടും ഇതിന് ലഭിക്കുന്നത്. സിലബസ് ക്വസ്റ്റ്യനുകളായിരിക്കും. പ്രത്യേകിച്ചും റെസ്പെക്റ്റീവ് ഡിസിപ്ലിൻ എന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. മൊത്തത്തിൽ മാക്സിമം മാർക്ക് 100 മാർക്കായിരിക്കും അതിലുണ്ടാവുക. അതിനുശേഷം അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് പേഴ്സണൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. പേഴ്സണൽ ഇന്റർവ്യൂവിന് 100 മാർക്കായിരിക്കും. സ്റ്റേജ് 1-ലും സ്റ്റേജ് 2-ലും മാർക്ക് 50-50 ഗണത്തിലായിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഈ ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഇതിൽ മിനിമം ക്വാളിഫൈ ചെയ്യണമെങ്കിൽ 40 മാർക്കും SC/ST കാൻഡിഡേറ്റിന് 30% മിനിമം മാർക്കും നേടിയവരെ മാത്രമേ ഇവർ കൺസിഡർ ചെയ്യുകയുള്ളൂ. അതിനർത്ഥം ഇത്രയും മാർക്ക് കിട്ടിയാൽ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുമെന്നല്ല. ആദ്യത്തെ ഈ ബെഞ്ച് മാർക്ക് കടന്ന ശേഷമുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമേ മത്സരത്തിനായിട്ട് അവർ കൺസിഡർ ചെയ്യുകയുള്ളൂ. അതിനുശേഷം അഗ്രിഗേറ്റ് മാർക്ക് കൺസിഡർ ചെയ്ത ശേഷമായിരിക്കും അവരെ കൺസിഡർ ചെയ്യുക. അടുത്തതായിട്ട് കാറ്റഗറി നമ്പർ 2-ലുള്ള സ്റ്റൈഫൻഡറി ട്രെയിനിയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. സ്റ്റൈഫൻഡറി ട്രെയിനിക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ആദ്യമായിട്ട് പ്രിലിമിനറി ടെസ്റ്റ് ഉണ്ടാവും. ഇത് 1 മണിക്കൂറാണ് എക്സാമിനേഷൻ. ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ക്വസ്റ്റ്യനുകൾ മാത്തമാറ്റിക്സ് 20, സയൻസ് 20, ജനറൽ അവയർനെസ് 10. ഈ ഒരു മേഖലയിൽ 60 മിനിറ്റിൽ നടക്കുന്ന എക്സാമിനേഷൻ ആയിരിക്കും. ഇത് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് അടുത്തതായിട്ട് സ്റ്റേജ് 2-ൽ അഡ്വാൻസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇവിടെ പ്രധാനപ്പെട്ട അവരുടെ ഡിസിപ്ലിനിൽ നിന്നുള്ള ചോദ്യമായിരിക്കും ഉണ്ടാവുക. ഈ ഒരു എക്സാമിനേഷൻ നടത്തിയ ശേഷമായിരിക്കും അവരെ സ്ക്രീൻ ഔട്ട് ചെയ്ത് വിളിക്കുന്നത്. അടുത്തതായിട്ട് അസിസ്റ്റന്റ് ഗ്രേഡ് 1 HR അസിസ്റ്റന്റ് ഗ്രേഡിലേക്കുള്ള എക്സാമിനേഷൻ രീതിയാണ്. ഇവിടെ ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. സ്റ്റേജ് 1 പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്. ഇവിടെ പ്രധാനമായിട്ടും വരുന്ന ക്വസ്റ്റ്യനുകൾ 60 മിനിറ്റിലാണ് ചോദ്യങ്ങൾ. അതിലും ജനറൽ നോളജ് 25 മാർക്ക്, കമ്പ്യൂട്ടർ നോളജ് 15 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 10 മാർക്ക്. ഇങ്ങനെയായിരിക്കും ഇതിന്റെ മാർക്ക് വരിക. മാക്സിമം മാർക്ക് 150 ആയിരിക്കും. അതിനുശേഷം ക്വാളിഫയിങ് സ്റ്റാൻഡേർഡിന് ഈ പറയുന്ന മാനദണ്ഡമുണ്ട്. 40-30 എന്ന മാനദണ്ഡത്തിൽ തന്നെയായിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം ഓൺലൈൻ എക്സാമിനേഷൻ സ്റ്റേജ് 2-ന് അഡ്വാൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഈ അഡ്വാൻസ് ടെസ്റ്റിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 മാർക്കും ശേഷം ക്രിട്ടിക്കൽ റീസണിങ് 25 മാർക്കുമാണ്. ഈ 2 കണ്ടന്റുമായിരിക്കും ഇതിനുണ്ടാവുക. ഈ ഒരു എക്സാമിനേഷന് ശേഷം നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുകയും മെറിറ്റ് ലിസ്റ്റിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തുകയും ചെയ്യും. ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ശേഷം നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും. സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പിംഗ് ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളുള്ള സ്കില്ലുകളായിരിക്കും ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്കിൽ ടെസ്റ്റിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് 5:1 എന്ന കാറ്റഗറിയിലായിരിക്കും. അതായത് ഒരാൾക്ക് 5 പേര് 5 ഇരട്ടി എന്ന രീതിയിലായിരിക്കും റിക്രൂട്ട് ചെയ്യുന്നത്. ഇത് SC/ST OBC ഫിസിക്കലി വീക്കർ മുതലായ എല്ലാ കാറ്റഗറിയിലും ഇതേ മാനദണ്ഡം പിന്തുടരുന്നതായിരിക്കുമെന്നും നോട്ടിഫിക്കേഷൻ കൃത്യമായി പറയുന്നുണ്ട്. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു നോർമൽ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രത്യേകിച്ചും കാറ്റഗറി നമ്പർ ട്രെയിനി എന്ന പോസ്റ്റുകളിലേക്ക് കാറ്റഗറി 1-ലും 2-ലുള്ള ട്രെയിനി പോസ്റ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ മിനിമം നിങ്ങൾക്ക് 160 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഒപ്പം വെയിറ്റ് മിനിമം 45.5 കിലോഗ്രാം 2 പോസ്റ്റുകൾക്ക് അപേക്ഷിക്കണമെങ്കിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും ഇല്ലാത്തവരെ അവർ കൺസിഡർ ചെയ്യുന്നതല്ല. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പരീക്ഷകൾ ടൈ എന്തെങ്കിലും ഉണ്ടായാൽ, നിങ്ങളുടെ മാർക്കുകൾ ടൈ ആവുകയാണെങ്കിൽ അതിന് മാനദണ്ഡമായിട്ട് മാറുന്നത് നിങ്ങൾ എക്സാമുകളിൽ എഴുതുന്ന നെഗറ്റീവ് മാർക്കാണ്. അതായത് കൂടുതൽ നെഗറ്റീവ് മാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നവരെ പുറത്താക്കും എന്നത് ഒരു മാനദണ്ഡമാണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അതായത് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളിനെ കൺസിഡർ ചെയ്യുകയും ഇനിയും എഴുതാൻ അവസരമുള്ള ആളിന് അവസരം നിഷേധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നത്. അപ്പം ഈ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ എക്സാമിനെ അപേക്ഷിക്കാൻ. അതായത് മാക്സിമം നെഗറ്റീവ് മാർക്ക് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയും എന്തൊക്കെയാണ് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വെബ്സൈറ്റ് മുഖേന മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. പ്രധാനമായിട്ടും 3-4 സ്റ്റേജുകളിലായിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ട് സ്റ്റെപ്പ് 1-ലൂടെ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഡീറ്റെയിൽസും ബാക്കിയുള്ള കാറ്റഗറികളും ഡീറ്റെയിലും സെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമതായിട്ട് ആപ്ലിക്കേഷന്റെ ആക്റ്റീവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആക്റ്റീവ് അക്കൗണ്ടിലൂടെ കയറി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. സ്റ്റെപ്പ് 3-ൽ നിങ്ങൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് മുതലായ കാര്യങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. നാലാമതായിട്ട് നിങ്ങൾ ഫീ പേയ്മെന്റ് ചെയ്യുക. ഫീ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ സയന്റിഫിക് അസിസ്റ്റന്റ് കാറ്റഗറി 1 മുതലായ പോസ്റ്റുകൾക്ക് 150 രൂപയും കാറ്റഗറി 2-ൽ വരുന്ന ട്രെയിനി ടെക്നീഷ്യൻ മുതലായ പോസ്റ്റുകൾക്ക്
100 രൂപയുമാണ് ഫീസ്. അതായത് 180 100 വീതമാണ് ഫീസ്. ഇതിൽ തന്നെ SC/ST, PWD, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ ആപ്ലിക്കൻസിന് ഫീസിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട്, ന്യൂക്ലിയർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഇതിന്റെ ഫീസിൽ നിന്ന് എക്സംഷൻ അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അപേക്ഷിക്കുവാനായിട്ട് www.nbclcareers.com എന്ന സൈറ്റിൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ടുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 12/3/2025 10 മണി മുതൽ 1/4/2025 16 മണി വരെയാണ് ഇതിനുള്ള അവസരം നൽകിയിരിക്കുന്നത്. പേയ്മെന്റ് ചെയ്യുവാനുള്ള അവസാന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 12/3/2025 മുതൽ 1/4/2025 വരെയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുക. ഭാരതത്തിന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു ന്യൂക്ലിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞാൽ വളരെ വലിയ ഭാഗ്യമായി കരുതുക. അപ്പോൾ ഈ യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷിക്കുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.